അപ്പോൾ ഈ ചെറിയ കുട്ടി ഇത്ര പോകുന്ന ചെറിയ കുട്ടീൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കൂടുതലെങ്ങനെ ഇങ്ങനെ വലിയ കുട്ടി എന്തെങ്കിലും കൊണ്ടുപോയിട്ടുള്ളൂ. കുഞ്ഞുമാകെ കോപ്പിക്കാൻ മുട്ടാക്കിയാൽ തിന്നോടിത്തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ കുറച്ചുകൂടി വലിയ കുട്ടികളാകുമ്പോൾ ഒരു കളിക്കുമ്പോൾ കളിപ്പാട്ടം, അതുപോലെ 5 രൂപയുടെ കോയിൻ, ഇതൊക്കെ ആശുപത്രിയിൽ ഇത് എത്ര കിട്ടലോ ഓരോ ദിവസവും ഇത് ഇടാനായിട്ട് തൊണ്ട. മോതിരം കുടുംബം, ക്രയോൺസ്, പെൻസിലിന്റെ കഷ്ണം, ചോക്കിന്റെ കഷ്ണം, കല്ല്, ഇതൊക്കെ ഇട്ട് വായിലെടുത്തു ഇതിലൂടെ കുടുങ്ങിയത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിനെ നിർത്തിയിട്ട് ഇങ്ങനൊക്കെ ആക്കാൻ പറ്റും. ഇങ്ങനെ നിന്നോ എന്റെ പള്ളം കുറിച്ചത് അവരുടെ കുഴിയില്ല. അപ്പൊ പിന്നെ ഈ കുട്ടിയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നേരത്തെ നിന്നില്ല. എന്നിട്ട് ഈ കുട്ടിയെ കമിഴ്ത്തി പിടിക്കുക അടുത്തേ കയ്യിലേക്ക് വായി മൂക്ക് ഒഴിവാക്കിയിട്ട്, കാരണം അടിക്കാനുള്ളതാണ്. അപ്പൊ ഈ 5 രൂപന്റെ കൊട്ടവായി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കുടിച്ചാൽ കാര്യമുണ്ടോ? അവരുടെ മുന്നിൽ അതിലിങ്ങനെ വീഴും. എന്നിട്ട് ഈ മുട്ടിന്റെ ഇവിടേക്ക് നമ്മളിങ്ങനെ കമിഴ്ത്തി കളിക്കും കേട്ടോ. ഈ മുട്ട് സപ്പോർട്ടാണ്. എന്നിട്ട് ഈ 2 പുറംചട്ടകൾക്കിടയിലേക്ക് മുന്നോട്ട് ആഞ്ഞടിക്കും. ഇങ്ങനെ പറയാ ബാക്ക് സ്ലാപ്പ്. ഇങ്ങനെ അടിക്കണേന് പറയാം ബാക്ക് സ്ലാപ്പ്. സ്ലാപ്പ് SLAP, മറ്റേ ക്ലാപ്പാണ്. ഇത് സ്ലാപ്പ്. ഇങ്ങനെ മുന്നോട്ടടിക്കും അല്ലേ. 1 2 3 4 5 5 അടി അടിക്കണം. 5 അടിക്ക് 3ാമത്തെ അടിയിൽ പോന്നാൽ അവിടെ നിർത്തിക്കോളൂ. 5 തേക്കട. ഇത് പോരാൻ വേണ്ടിയിട്ടാണ്. 5 അടി അടിച്ചിട്ട് പോന്നിട്ടില്ലെങ്കിൽ 6ാമത്തെ അടി അടിക്കരുത്. പകരം കാല് മാറ്റി വലത്തെ കാല് മുന്നോട്ട് വെച്ചു. ഇത് 45 ഡിഗ്രിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് നടന്നുണ്ടോന്നത് കേട്ടോ. ഇനി ഈ കയ്യിലേക്ക് ഞാൻ മലർത്തി കിടത്താം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് 2 വിരലും കൊണ്ട് നേരത്തെ നമ്മൾ കംപ്രഷൻ ചെയ്തില്ലേ, ചെസ്റ്റിന്റെ സെന്ററിൽ നോക്കിയിട്ട് 5 കംപ്രഷൻ ചെയ്യണം. 1 2 3 4 5 5. ഇത് ഹാർട്ട് വർക്ക് ചെയ്യിച്ചതാണ്. ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇത് തെറ്റാണ്. കാരണം എന്താ പറയുക, ഇവിടെ നിന്നൊന്നും ഇവിടെ പോരാല്ലേ. ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് തുടങ്ങി കൊടുക്കുന്നില്ല. അതിന് നമ്മൾ അടിയ ഇപ്പൊ ചെയ്തത് എന്താ പറയുക, 5 ചെസ്റ്റ് ത്രസ്റ്റ്. 5 ചെസ്റ്റ് ത്രസ്റ്റ് അതാണ് ചെയ്തത് ഇപ്പൊ. അപ്പൊ 2 പ്രവൃത്തിയാണ് ചെയ്തത്. ഒന്ന് ബാക്ക്, 5 ബാക്ക് സ്ലാപ്പ്. ഒന്ന് പറഞ്ഞോട്ടല്ലേ, 5 ബാക്ക് സ്ലാപ്പ്. അവർക്ക് പറയും 5 ബാക്ക് സ്ലാപ്പ്. ഇത് ചെറിയ കുട്ടിക്ക് ചോക്കിങ് സംഭവിച്ചാൽ രക്ഷപ്പെടുത്തുന്ന രീതിയാണ്. 1ാമത്തെ സ്റ്റെപ്പ് പറയൂ, 5 ബാക്ക് സ്ലാപ്പ്. അടുത്തത് 5 ചെസ്റ്റ് ത്രസ്റ്റ്. 5 ചെസ്റ്റ് ത്രസ്റ്റ്. പഠിച്ചോ? പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഇനി തിരിച്ചു വീണ്ടും പഴയ രീതിയിൽ എന്നിട്ട് അടിച്ചു. 1 2 3 4. കുട്ടി കൊണ്ടുവരണം. കുട്ടി കരഞ്ഞാൽ പിന്നെ അടി നിർത്തിയാൽ മനസ്സിലായി. തെറിച്ചു പോന്നിട്ടുണ്ട് എന്തോ ഒരു സാധനം, അല്ലെ ഇവിടെ വന്നിട്ടുണ്ടോ എടുക്കുക. ഇങ്ങനൊക്കെ ചെയ്തിട്ട് കുട്ടി കുഴഞ്ഞു പോയി. ഇനിയൊരു രക്ഷയില്ല എങ്കിൽ പിന്നെ CPR ചെയ്താൽ മതി. കിട്ടുമെന്ന് പ്രയാസമാണ്, എന്നാലും വേണ്ടില്ല CPR ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും ഊതേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമല്ല. നിങ്ങൾ കംപ്രഷൻ മാത്രം ചെയ്ത് കൊണ്ടുപോകാം. 1 2 3 4 5 6 7 അങ്ങനെ വന്നോളൂ. ഇത് അമ്മക്ക് ധൈര്യമാണ്. അല്ലെ നമ്മൾ കാണുന്ന ആദ്യത്തെ ആളിത് ചെയ്യണം. അല്ലാതെ എല്ലാവരും കൂടി കൂട്ടായിട്ട് കല്യാണത്തിനും തക്കാലത്തിന് പോണ മാതിരി വണ്ടിയൊക്കെ വിളിച്ച് ആശുപത്രിക്കുന്ന കുട്ടിക്ക് കുറേ നേരമായി വീട്ടിലില്ലാതെ കാര്യം. അതൊരു പ്രത്യേക സമയം വരെ കുട്ടികൾ പിടിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ് കുഴഞ്ഞു പോയിട്ടുണ്ടാവും.